വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമ്പോൾ അത് വലിയൊരു സമവാക്യത്തെയാണ് മാറ്റിമറിക്കുന്നത്. കാരണം ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ഒരു ബന്ധത്തെ അത്തരമൊരു മത്സരം ബാധിക്കും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസ് മത്സരിച്ചു വിജയിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണ ലഭിക്കും എന്നുള്ള ഒരു സമവാക്യത്തിലാണ് ഇതുവരെ എത്തിനിന്നത്. അതേസമയം രാഹുൽ ഗാന്ധി കേരളത്തിൽ വരികയും വയനാട് LDFനെയും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അത് ഇടതുപക്ഷവും ഒപ്പം തന്നെ കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കും. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ CPM അടക്കമുള്ള കക്ഷികൾക്ക്, ഒരു ഇടതുപക്ഷ കക്ഷികൾക്ക് വീണ്ടും വിചാരം വേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഒരു സന്ദർഭമുണ്ടായാൽ പിന്നീട് CPMൻ്റെയും ഒപ്പം CPI അടക്കമുള്ള കക്ഷികളുടെയും മുന്നിലുള്ള ഒരു മാർഗം TDPയും ഒപ്പം തന്നെ SP BSP അടങ്ങുന്ന മറ്റൊരു ചേരിക്ക്, കോൺഗ്രസ് ഇതര ചേരിക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ആ ചേരിയിലേക്ക് പോവുക എന്നുള്ളതാണ് ധാർമ്മികമായി അവരുടെ മുന്നിലുള്ള നിലപാട്. പക്ഷേ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വൈകാനുള്ള അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥയിൽ ആകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നു. ഏത് വിധത്തിലാണെങ്കിലും LDF, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും തങ്ങൾക്ക് തിരിച്ചടിയേറ്റാൽ പിന്നീട് പ്രതീക്ഷ കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. അവിടെ രാഹുൽ ഗാന്ധി വന്ന് ഒരു വിഘാതം സൃഷ്ടിച്ചാൽ കോൺഗ്രസും CPIയും തമ്മിലുള്ള ഇപ്പോഴുള്ള ബന്ധത്തിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് CPIMൻ്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള വിള്ളൽ വരികയും ഒരുപക്ഷെ കോൺഗ്രസുമായുള്ള ഒരു സഖ്യധാരണകൾ എന്നേക്കുമായി അവസാനിക്കുകയും മറ്റൊരു ചേരിയിലേക്ക് CPM അടങ്ങുന്ന ഇടതുപക്ഷ പാർട്ടികൾ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉരുത്തിരിയുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അങ്ങനെ സങ്കീർണമായ ഒരു സമസ്യയാണ് CPM അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവും CPIMൻ്റെ ഇപ്പോഴത്തെ നിലപാടും തമ്മിൽ വലിയ തരത്തിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ അത് ഇടതു പാർട്ടികളുടെ ദേശീയ തലത്തിലുള്ള നിലപാടിനെ തന്നെ അത് ബാധിക്കും. അവർക്ക് വീണ്ടും വിചാരം വേണ്ടിവരും. ഏതായാലും രാഹുൽ ഗാന്ധി തോൽപ്പിച്ച ഇടതുപക്ഷം തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാർലമെന്റിൽ കൈ ഉയർത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സങ്കീർണമായ ഒരു സമസ്യയാണ് കോൺഗ്രസിനും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനും മുന്നിൽ വയ്ക്കുന്നത്.